ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്ത് ഒരേ സ്ഥാനത്ത് സ്ഥിരമായി നിൽക്കുന്നതായി തോന്നിപ്പിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. അതായത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്ത് സ്ഥിരമായിട്ട് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആകാശത്ത് സ്ഥിരമായിട്ട് നിൽക്കുന്നതായി തോന്നുന്ന ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ. ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലായി, അതായത് ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലായി ഏകദേശം 35,786, റൗണ്ട് ചെയ്യുമ്പോൾ 36,000 കിലോമീറ്റർ ഉയരത്തിലുള്ള വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമധ്യരേഖയ്ക്ക് നേരെ മുകളിലായി 36,000 കിലോമീറ്റർ ഉയരത്തിലുള്ള വൃത്താകാരമായ, ചിത്രത്തിൽ കാണാം ഉയരത്തിലുള്ള, ഇത് ഭൂമധ്യരേഖ, ഇതാണെങ്കിൽ ഇത് ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരത്തിലായി വൃത്താകൃതിയിലുള്ള പാതയിലൂടെയാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂമിയെ പരിക്രമണം ചെയ്യുന്നത്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്ന അതേ ദിശയിലും അതേ വേഗതയിലുമാണ് ഈ ഉപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. ഓർത്തു വെക്കണം, പ്രധാന പോയിന്റാണ്. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്ന അതേ ദിശയിൽ, ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്ന അതേ ദിശയിൽ, അതായത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഭൂമിയുടെ അതേ വേഗതയിലുമാണ് ഈ ഉപഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. ഓർത്തു വെക്കണം, ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്ന അതേ ദിശയിലും അതേ വേഗതയിലുമാണ് ഈ ഉപഗ്രഹങ്ങളും സഞ്ചരിക്കുന്നത്. അതിനാൽ ഭൂമിയിലെ ഒരു നിരീക്ഷകന് ഇത് ചലിക്കാത്തതായി അനുഭവപ്പെടുന്നു. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അതേ ദിശയിലും അതേ വേഗതയിലുമാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഭ്രമണം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഇത് ചലിക്കുന്നതായി അനുഭവപ്പെടുന്നില്ല. അതായത് ഭൂമിയുടെ ഒരേ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. അതുകൊണ്ടാണ് ഇവയെ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ ചിത്രം നോക്കി അറിയാം, ഭൂമധ്യരേഖയിൽ നിന്ന് 36,000 കിലോമീറ്റർ ഉയരത്തിലാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഭൂമി കറങ്ങുന്ന അതേ ദിശയിൽ, അതായത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് അതേ ദിശയിലാണ് പരിക്രമണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഭൂമിയുടെ അതേ വേഗതയിലാണ്. അപ്പം ഭൂമിയുടെ ഒരേ സ്ഥാനത്ത് തന്നെയാണ് ഇവ എന്ത് ചെയ്യുക, കാണപ്പെടുക. ഇവിടെയാണെങ്കിൽ ഇവിടെ തന്നെ, ഇങ്ങോട്ട് മാറുമ്പോൾ ഇവിടെ, ഇത് ഒരേ പ്രദേശത്ത് തന്നെ ഇത് നിലകൊള്ളുന്നതായിരിക്കും. ഭൂമിയിലെ ഒരേ പ്രദേശത്ത് തന്നെ ഇത് നിലകൊള്ളുന്നതായിരിക്കും. ഭൂമി ഒരു തവണ സ്വയം കറങ്ങാൻ എടുക്കുന്ന അതേ സമയം, അതായത് 24 മണിക്കൂർ. ഭൂമി ഒരു തവണ സ്വയം കറങ്ങാൻ എടുക്കുന്ന അതേ സമയം ഏകദേശം 24 മണിക്കൂർ തന്നെയാണ് ഈ ഉപഗ്രഹങ്ങളും ഒരു തവണ ഭൂമിയെ വലം വയ്ക്കാൻ എടുക്കുന്നത്. അതായത് ഭൂമി സ്വയം കറങ്ങുന്നത്, ഭൂമിയുടെ ഭ്രമണം 24 മണിക്കൂർ. ആ 24 മണിക്കൂർ തന്നെയാണ് ഈ ഉപഗ്രഹങ്ങളും ഒരു തവണ ഭൂമിയെ വലം വയ്ക്കാൻ എടുക്കുന്നത്. ഇനി ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് വാർത്താവിനിമയം, ടെലിവിഷൻ സംപ്രേഷണം, റേഡിയോ, ഇന്റർനെറ്റ് സേവനങ്ങൾ എന്നിവയ്ക്കായി വ്യാപകമായി ഉപയോഗിക്കുന്നു. 2. കാലാവസ്ഥാ നിരീക്ഷണം. ഒരു പ്രദേശത്തിന് മുകളിൽ സ്ഥിരമായി നിൽക്കുന്നതിനാൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തത്സമയം നിരീക്ഷിക്കാൻ സഹായിക്കുന്നു. ഒരു പ്രദേശത്ത് തന്നെ, ഭൂമിയുടെ കൂടെ കറങ്ങുകയാണല്ലോ, അപ്പോൾ ഒരു പ്രദേശത്ത് തന്നെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടുത്തെ കാലാവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ നാവിഗേഷൻ,
GPS പോലുള്ള സംവിധാനങ്ങളുടെ കൃത്യത വർദ്ധിപ്പിക്കാൻ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇത് 3 ഡയമെൻഷൻ, ഇതിപ്പോ ഭൂസ്ഥിര ഉപഗ്രഹമാണ്. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഭൂസ്ഥിര ഉപഗ്രഹം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ 3 ഡയമെൻഷൻ ആണ്. ഇത്രയും ഏരിയ ഒരേ സമയം ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഇത്രയും ഏരിയ ഒരേ സമയം കവർ ചെയ്യാൻ, അതായത് നാലിൽ 3 ഭാഗവും ഭൂമിയുടെ 4 ഭാഗമാക്കിയാൽ അതിൽ 3/4 ഭാഗവും ഒരേ സമയം കവർ ചെയ്യാൻ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. നമ്മളെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് പ്രധാന ഉദാഹരണം. അപ്പൊ ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ, ഇൻസാറ്റ് പരമ്പരയിൽ പെട്ട ഉപഗ്രഹങ്ങളൊക്കെ എന്താണ്? ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. ഭാരതത്തിന്റെ സ്വയം ഉപഗ്രഹ ശൃംഖലയായ ഇൻസാറ്റ്, ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് സിസ്റ്റം ഭൂസ്ഥിര ഉപഗ്രഹങ്ങളാണ്. ഏഷ്യ പസഫിക് മേഖലയിലെ തന്നെ ഏറ്റവും വലിയ ആഭ്യന്തര വാർത്താവിനിമയ സംവിധാനങ്ങളിലൊന്നാണ് ഇൻസാറ്റ് പരമ്പര അല്ലെങ്കിൽ ഇൻസാറ്റ് ഉപഗ്രഹങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ PSC വീഡിയോകൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു.